നോബൽ മാരിക്കാരൻ, വെരി ഗുഡ് മോർണിംഗ്. 3 മണിക്കാണ് പത്രസമ്മേളനം. എന്തെങ്കിലും സൂചനകളുണ്ടോ? 5ലേറെ ഘട്ടങ്ങൾ ഉണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളം ആദ്യഘട്ടത്തിൽ തന്നെ പെടുമോ? ഒരു 30 ദിവസമെങ്കിലും പ്രചരണത്തിന് കിട്ടാനുള്ള സാധ്യതയുണ്ടോ? തൃശ്ശൂർ പൂരം 19-ാം തീയതിയാണ്. 19-ാം തീയതിക്ക് ശേഷമായിരിക്കും തെരഞ്ഞെടുപ്പ് എന്ന രീതിയിലുള്ള ചില സൂചനകൾ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം വരുന്നതോടുകൂടി കോഡ് ഓഫ് കണ്ടക്റ്റ് ഒക്കെ നിലവിൽ വരുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന് നമുക്കറിയാൻ സാധിക്കുന്നത്? വെരി ഗുഡ് മോർണിംഗ് അരുൺ. ഇന്നിപ്പോൾ രാജ്യത്തിന്റെ മുഴുവൻ കണ്ണും ഈ വിഗ്യാൻ ഭവനിലേക്കാണ് വരിക. കാരണം വിഗ്യാൻ ഭവനിലാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനം വരാൻ പോകുന്നത്. 3 മണിക്കാണ് വാർത്താ സമ്മേളനം നിശ്ചയിച്ചിരിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ എല്ലാവരും ഉറ്റുനോക്കുന്നത്, പ്രത്യേകിച്ച് മലയാളികൾ ഉറ്റുനോക്കുന്നത് കേരളത്തിൽ എന്ന് തെരഞ്ഞെടുപ്പ് നടക്കും എന്നുള്ളത് തന്നെയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചീഫ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ, അതോടൊപ്പം തന്നെ ജ്ഞാനേഷ് കുമാർ, ഒപ്പം എസ് സന്ധു ഉൾപ്പെടെയുള്ളവരാണ് ഇന്നിപ്പോൾ വാർത്താ സമ്മേളനം നടത്തുക. ഈ വാർത്താ സമ്മേളനത്തിലാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനത്തിലേക്ക് പോവുക. പ്രധാനമായും കഴിഞ്ഞ തവണ 2019 മാർച്ച് 10-നാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചെങ്കിൽ ആ കണക്ക് വെച്ച് നോക്കുമ്പോൾ അല്പം വൈകിയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിലേക്ക് പോയത്. ചില സാങ്കേതിക കാരണങ്ങൾ, പ്രത്യേകിച്ച് ഒരു കമ്മീഷൻ രാജിവെക്കുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ആ പശ്ചാത്തലത്തിലൊക്കെ ജസ്റ്റ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന അല്പം നീണ്ടു പോവുകയാണ് ചെയ്തത്. എന്താണെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ പ്രധാനമായി ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ വലിയ ആകാംക്ഷയിലാണ് ഉള്ളത്. എത്ര ഘട്ടമായി തെരഞ്ഞെടുപ്പ് ഉണ്ടാകും എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. 2019 7 ഘട്ടമായിരുന്നു. ഈ തവണയും 7 ഘട്ടത്തിൽ കൂടുതൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാകാനുള്ള സാധ്യത തന്നെ ഉണ്ട് എന്നാണ് അറിയുന്നത്. പ്രത്യേകിച്ച് CRPF ഉൾപ്പെടെയുള്ള ഏജൻസികൾ ഇത്തരത്തിൽ അല്പം ഘട്ടം കൂട്ടിവെക്കണം എന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സുരക്ഷ ഉൾപ്പെടെ ഒരുക്കേണ്ട സാഹചര്യം ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത്തരത്തിൽ 7 ഘട്ടത്തിലേക്ക് തെരഞ്ഞെടുപ്പ് പോകണം, 7-8 ഘട്ടം വേണം എന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒരുപക്ഷേ 2019 പോലെ 7 ഘട്ടമോ അല്ലെങ്കിൽ 8 ഘട്ടമോ ഒക്കെ ആയി തെരഞ്ഞെടുപ്പ് നടക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏപ്രിൽ ആരംഭിച്ച് മെയ്യിൽ അവസാനിക്കുന്ന രീതിയിലായിരിക്കും ഇതിലൊരു ഷെഡ്യൂൾ വരിക എന്ന് പ്രതീക്ഷിക്കുന്നു. 1 മാസക്രമത്തിലായിരിക്കും ആ ഷെഡ്യൂളും വരിക എന്നാണ് അറിയുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളം 3-ാം ഫേസിലാണ് തെരഞ്ഞെടുപ്പ് നേരിട്ടത്. അത് സൂചിപ്പിച്ചതുപോലെ തന്നെ തൃശ്ശൂർ പൂരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു ഘടകങ്ങളാണ്. കാരണം പരീക്ഷ, ഉത്സവങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ പൂരം കഴിഞ്ഞിട്ടായിരിക്കും കേരള തെരഞ്ഞെടുപ്പ് വരാനുള്ള സാധ്യത എന്നാണ് മനസ്സിലാക്കുന്നത്. വിഷു ഉണ്ട്, തൃശ്ശൂർ പൂരമുണ്ട്. ഇത് രണ്ടും കണക്കിലെടുത്തുകൊണ്ടായിരിക്കും കേരളത്തിന്റെ കൂടി തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുക. കഴിഞ്ഞ തവണ 3-ാമത്തെ ഫേസിലാണ് കേരളത്തിന്റെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നാൽ ഏപ്രിൽ അവസാന വാരത്തേക്കോ മെയ് ആദ്യത്തിലേക്കോ പോകും.